ഹായ്. സോ ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റനാണ് 2024 പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. ലെറ്റ് പി ക്യു ആർ ആൻഡ് എസ് ബി ഡിസ്റ്റൻറ്റ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. അതായത് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ് പി ക്യു ആർ എസ് എന്നുണ്ടെങ്കിൽ പിയും ക്യൂവും ഓഡാണെങ്കിൽ ആറും എസും ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 2 ആണോ, 2 3 ആണോ, 1 3 ആണോ, 1 2 3 ആണോ? സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം സൊല്യൂഷനിൽ എന്ത് വിചാരിക്കാം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്നറിയോ, നമ്മൾ ഇതിനൊക്കെ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പി ക്യു ആർ എസ് ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഓരോ വാല്യൂ ഇട്ട് കൊടുത്തു. പി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ പിയും ക്യൂവും ഓഡ് ആയിരിക്കണം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പി 1ഉം ക്യൂ 3ഉം ആയിട്ടിട്ടു, ആർ 2ഉം എസ് 4ഉം ആയിട്ടിട്ടു. ഇനി നമ്മൾ ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കണം, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് ആവുക എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബേസിക്കലി പി മൈനസ് ആർ സ്ക്വയർ ഇൻറ്റു ക്യൂ എസ് ഈസ് ഈവൺ എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് സത്യമാണോ അല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും, പി മൈനസ് ആർ സ്ക്വയർ 1 മൈനസ് 2 സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് ക്യൂ എന്താ ഇവിടെ 3 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 4 12 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 12. ഈവൺ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റാണ്. ഈ ഓപ്ഷൻസ് നമുക്ക് ബി കട്ട് ചെയ്ത് കളയാം, കാരണം നമുക്ക് ഇതിൽ 1 ഇല്ലല്ലോ, 1 നമ്മുടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ബി കട്ട് ചെയ്ത് കളയാം. ബാക്കി ഈ 3 ഓപ്ഷൻസിൽ ഏതോ ആണ് നമ്മുടെ ഉത്തരം. ഇനി 2 നമുക്ക് ചെക്ക് ചെയ്യാം. ക്യൂ മൈനസ് എസ് മൾട്ടിപ്ലൈഡ് വിത്ത് ക്യൂ സ്ക്വയർ എസ് ഇസ് ഈവൺ എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിനകത്ത് ഇവിടെ ക്യൂ എന്താണ് 3 ആണ്, എസ് എന്താണ് 4 ആണ്, ഇൻറ്റു ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ഇൻറ്റു എസ് 4. ഇത് ഈവൺ ആണെന്ന് നോക്കണ്ട. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവിടെ 3 - 4 -1 ആയല്ലേ. നെഗറ്റീവും പോസിറ്റീവും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓഡാണോ ഈവൺ ആണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു 9 ഇൻറ്റു 4 എത്രയാണ് വരിക, നമുക്ക് 36 വരും അല്ലേ. അപ്പോൾ -36 വരും, ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഇവിടെ 36 ഈവൺ ആണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം, 1 and 3 എന്നുള്ളത്. കാരണം ഇവിടെ 2 ഇല്ലല്ലോ, 2 നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലേ. അതുകൊണ്ട് ഇത് കട്ട് ചെയ്തോളാം. നമ്മുടെ ആൻസർ 1 4 ഈ രണ്ടിൽ ഏതോ ഒന്നാണ്. അപ്പോൾ അത് വെരിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. മൂന്നാമത്തെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ക്യൂ പ്ലസ് ആർ, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ക്യൂ പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു പി പ്ലസ് എസ് ഈസ് ഓഡ് എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ക്യൂ എന്താണ്, നമ്മുടെ ക്യൂ ഇസ് ഈക്വൽ ടു 3 അല്ലേ, ആർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു പി എന്താ 1 + 4 ദാറ്റ്സ് ഈക്വൽ ടു 3 + 2 5 സ്ക്വയർ ഇൻറ്റു 1 + 4 5 ഈക്വൽ 5 സ്ക്വയർ 25 ഇൻറ്റു 5 125. ഓടാണല്ലോ. അപ്പോൾ എന്തായി, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായി. 1 2 3 3 ശരിയാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇതല്ല.